സുഗന്ധഗിരി മരം മുറിക്കലിൽ വയനാട് DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർ വനം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തുവെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മേൽനോട്ട ചുമതലകളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ മരം മുറിക്കാരിൽ നിന്ന് പണം വാങ്ങി കള്ളന് കഞ്ഞിവെച്ചുവെന്നാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. വയനാട്ടിലെ വനം കൊള്ളയിൽ ഉദ്യോഗസ്ഥർക്ക് നിർണായക പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വനം വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ട്. PCCF ഡോക്ടർ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ്. ജീവന് ഭീഷണിയാകുന്ന 20 മരം മുറിക്കാൻ പെർമിറ്റ് നൽകിയതിന്റെ മറവിൽ 216 വൻമരങ്ങൾ മുറിച്ചുകടത്തി. അതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു. ഉദ്യോഗസ്ഥർ മരം മുറിക്കാരിൽ നിന്നും പണം പറ്റിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാതെ സഹായിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. DFO A ഷജ്നയ്ക്കും റേഞ്ച് ഓഫീസർ നീതുവിനുമെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശ ചെയ്യുന്നു. ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 30ഓളം വനം ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന സ്ഥലത്ത് വൻ മരമുറി നടന്നുവെന്നത് ഏറെ ഗുരുതരമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. 18 പേരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നിയമാനുസൃതമായി എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് കർശനമായി തന്നെ ആ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് വിജിലൻസ് മേധാവിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. സുഗന്ധഗിരി വനം കൊള്ളയിൽ വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ വടക്കൻ ജില്ലയിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന് മന്ത്രി നേരിട്ടാണ് നേരത്തെ നിർദ്ദേശം നൽകിയത്. നമ്മുടെ നാടിന്റെ പച്ചപ്പില്ലാതാക്കാൻ, വനം കൊള്ളയടിക്കാൻ വനം വകുപ്പിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വനം മാഫിയക്കൊപ്പമുണ്ട് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർണായകമായുമുള്ളത്. ഒപ്പം വയനാട്ടിലെ DFO മുതൽ ഫോറസ്റ്റ് വാച്ചർ വരെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെയാണ് ഇത്തരം വനം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് എന്നും. ഏതായാലും ഇനി കർശനമായ നടപടിയാണ് വേണ്ടത്. ഈ നാടിന്റെ പച്ചപ്പ് സംരക്ഷിക്കാനുള്ള നടപടി. ക്യാമറാമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം ദീപക് ധർമ്മടം 24. അപ്പോൾ സുഗന്ധഗിരി മരമുറി നമ്മൾ വളരെ ക്ലോസായി റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയായിരുന്നു. അതിൻ്റെ സന്തോഷം നൽകുന്ന ഒരു സ്വാഭാവിക പരിണതി എന്ന് വേണം ആ വാർത്തയെ കാണാൻ.